Hi friends, welcome to The Indian Cuisines. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പനീർ ബട്ടർ മസാലയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് പനീർ ആഡ് ചെയ്യാം. അപ്പോൾ പനീർ ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് തന്നെ കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഏകദേശം ഒരു 150 ഗ്രാം പനീറാണ് എടുത്തേക്കുന്നത്. ഞാൻ ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതേ പാനിലേക്ക് തന്നെ ഒരു വലിയൊരു പീസ് ബട്ടർ ആഡ് ചെയ്യുകയാണ്. ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ബേ ലീഫ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളി വന്നിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ ഒന്നേ ഇങ്ങനെ ആഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. കാരണം അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ഉണ്ടാക്കും. ഒരല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ഉള്ളി നമ്മൾ പേസ്റ്റായിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു ചെറിയൊരു ഉള്ളിയുടെ ആ ഒരു ജ്യൂസ് ഇറങ്ങി അതിൻ്റെ ഒരു ചെറിയൊരു പച്ച ചുവ കാണും. അത് നമ്മൾ എത്രയൊക്കെ വഴറ്റിയാലും അത് ചെറുതായിട്ട് കറിയിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു തക്കാളി, ഒരു 3 ടീസ്പൂൺ ടൊമാറ്റോ പ്യൂരി, പിന്നെ ഒരു 2 പച്ചമുളക്, ഇത് ഇത്രയും ഞാൻ മിക്സറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തേക്കാണ്. അപ്പോൾ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാൻ കാരണം കുറച്ചും കൂടെ കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വന്നിട്ട് ഒരു 10 to 15 കാഷ്യൂസ് വരെ യൂസ് ചെയ്യാം. അതൊരു 15 മിനിറ്റ് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് ആക്ച്വലി ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നേ കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ റെസിപ്പിയിൽ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ക്രീം കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നേ രണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഗ്രേവി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താലും മതി. അപ്പോൾ നമുക്കിതൊരു 2 to 3 മിനിറ്റ്സ് സോട്ട് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് വേണമെങ്കിൽ കൂട്ടാം. ഇതൊന്ന് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഗ്രേവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് തണുത്തതിന് ശേഷം നല്ലൊരു സ്മൂത്ത് പ്യൂരി ആക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ബട്ടർ മസാലയുടെ ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ആ ഒരു ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ ആ ഒരു തരിതരിപ്പ് കാണും കറിയിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേവി റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിനി നമ്മുടെ ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനീർ ഫ്രൈ ചെയ്ത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഡയറക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രോസൺ പനീറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊരു കുറച്ചൊരു 15 മിനിറ്റ്സ് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇതിനടുത്ത് ഫ്രൈ ചെയ്തത്. അപ്പോൾ നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 5 to 8 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ റോസ്റ്റഡ് ക്യൂമിൻ പൗഡറുമാണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് കയ്യിലൊന്ന് ഞരടിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക.
അപ്പം ഞാൻ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. അപ്പം പഞ്ചസാര ആഡ് ചെയ്തതെന്നും പറഞ്ഞ് കറിക്ക് ഭയങ്കര മധുരമൊന്നും വരില്ല, ഒരു ചെറിയൊരു മധുരമേ കാണുള്ളൂ. അത് ഈ എല്ലാ ഫ്ലേവേഴ്സിനെയും ഒന്ന് ബാലൻസ് ചെയ്യും. അപ്പം തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 to 4 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം അധികം കുക്ക് ചെയ്യണം എന്നില്ല. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റിൽ എന്നിട്ട് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഗാർണിഷിങ്ങിനായിട്ട്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി നാനിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Also please like, subscribe and press the bell icon for regular updates. Thank you for watching.